മാന്യരെ, ഈ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമം പത്രത്തിലെ തൊഴിൽ കുഴപ്പത്തെക്കുറിച്ച് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും പത്രപ്രവർത്തകർക്കും മാസങ്ങൾ വൈകി മാത്രം ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ചും ഈ വാർത്ത പത്രങ്ങളിൽ വരാത്തതിനെ കുറിച്ചും മാനേജ്മെന്റ് നിർബന്ധിച്ച് കുറേ തൊഴിലാളികളെ കൊണ്ട് രാജിവെപ്പിച്ചതിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വേദിയിൽ സംസാരിച്ചു. അത് കുറേ ആളുകളൊക്കെ കാണുകയും ചെയ്തു. മാധ്യമത്തിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്ക് പണ്ടേ ഉള്ളൊരു അഭിപ്രായം ഇപ്പോൾ കുറച്ചുകൂടി ശക്തിപ്പെടുകയും ചെയ്തു. കേരള പത്രപ്രവർത്തക യൂണിയനൊക്കെ ഈ വിഷയത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന നക്കികളോ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല. അവർ പ്രതികരിക്കും എന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഈ മൗദൂദികൾ മാസാമാസം അല്ലെങ്കിൽ ആണ്ടോടാണ്ട് സപ്ലൈ ചെയ്യുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുതിരിയൊക്കെ കഴിച്ച് ഈന്തപ്പഴവും തിന്ന് ശരീരം പുഷ്ടിപ്പെടുത്തിയവരാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നക്കികളിൽ നല്ലൊരു ഭാഗം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ യാതൊരു അത്ഭുതമില്ല. മാധ്യമം പത്രത്തിലെ സകല ജീവനക്കാരെയും പിരിച്ചുവിട്ടാൽ ഇവർക്ക് യാതൊരു സങ്കടവും തോന്നുകയില്ല. കാരണം അവരുടെ അണ്ടിപ്പരിപ്പ് ദാതാക്കൾ മറ്റു പലരുമാണ് എന്നുള്ളതുകൊണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിന് ശേഷമുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച്. തവിട്ട് താടിക്കാരനായ ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ ബദ്രി എന്നാണ്. ശരിക്കും വാപ്പ ഉമ്മയുടെ പേരാണോന്ന് അറിയില്ല. ഇദ്ദേഹം കുറെ കാലമായിട്ട് യൂട്യൂബിൽ കൂടി ധാർമ്മിക പ്രബോധനം നടത്തുന്ന ആളാണ്. ആ മനുഷ്യൻ നേർവഴിക്ക് നയിക്കാനായിട്ട് വളരെയധികം യത്നിക്കുന്ന ഒരു പുണ്യാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണങ്ങൾ ഞാനും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. എല്ലാം കേൾക്കാറില്ല, എന്നാലും മിക്കതും കേൾക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്നെ ധാർമ്മികമായിട്ട് വലിയൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, ധാർമ്മികമായ എന്തെങ്കിലും മേൽഗതി എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഈ ഉസ്താദിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ തവിട്ട് താടി ഉസ്താദ് എന്ന് ഞാൻ പറഞ്ഞത് ഈ മതപണ്ഡിതൻ്റെ വേഷം ശുഭ്രവേഷമാണ്. അതായത് വെളുത്ത മേൽവസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. തലയെക്കെട്ടും വെള്ളയാണ്, തൂവെള്ളയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ താടി എന്തോ കാരണവശാൽ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. മതപണ്ഡിതന്മാരുടെ താടി ഇവിടെ നിറം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഖുറാനിലോ ഹദീസിലോ എന്തെങ്കിലും പരാമർശമുള്ളതായിട്ട് എനിക്കറിയില്ല. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടവരും എനിക്ക് അറിയാവുന്നവരുമായ മിക്കവാറും പണ്ഡിതന്മാരുടെ സുന്നി മുസ്ലിയാക്കന്മാരുടെ അല്ലെങ്കിൽ മുജാഹിദുകാരായ മൗലവിമാരുടെയൊക്കെ താടി ഒന്നുകിൽ കറുപ്പായിരിക്കും അല്ലെങ്കിൽ വെളുപ്പായിരിക്കും. ചെമ്പൻ താടിയുള്ള ഒരു ഉസ്താദിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പറയും, അധാർമികമായ ഒരു കാര്യവും പറയുകയില്ല. ഈ മാധ്യമത്തിലെ ഏതാനും ജീവനക്കാർ, ഏതാനും അല്ലട്ടോ 125 പേര് രാജിവെച്ചതിനെ കുറിച്ച് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രാപഞ്ചികവും പരലോക നിർഭരവുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. പുള്ളി പറയുന്നത് ഈ ജോലിക്കാർ രാജിവെച്ച് പോയത് ഒട്ടും ശരിയായില്ല. അവർക്ക് ചിലപ്പോൾ മാസങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടാവില്ല, അവരുടെ വീട്ടിൽ തീ പോയെന്നുണ്ടാവില്ല. എങ്കിൽ പോലും ജോലി രാജിവെച്ച് പോയത് ശരിയായില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമം പത്രത്തിൻ്റെ ഉദ്ദേശം. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെയും ഇസ്ലാം ദീനിൻ്റെയും മനുഷ്യ പുരോഗതിയുടെയും ഭാഗമായിട്ടാണ് ഈ പത്രം നടത്തുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കണോ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള ബാധ്യത ഉത്തരവാദിത്വമൊക്കെ മാനേജ്മെൻറ്റിനുണ്ട്. പക്ഷെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ എന്ത് ചെയ്യും? മാനേജ്മെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് തൊഴിലാളികൾക്ക് ജോലി ചെയ്തിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ശമ്പളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തൊഴിലാളികൾ ജോലി ചെയ്യണം. മാധ്യമപ്രവർത്തകർ വാർത്തകൾ എഴുതണം, അത് അച്ചടിക്കണം, അത് ജനങ്ങളിൽ എത്തിക്കണം. അതാണ് പത്രധർമ്മം. ആ പത്രധർമ്മം പാലിക്കാൻ വേണ്ടി ആ ജീവനക്കാർ മുണ്ട് മുറുക്കി കൊടുക്കണം. പാൻറ്റാണ് ഇടുന്നതെങ്കിൽ അത് വെട്ടി തയ്ക്കണം. കാരണം അരവണ്ണം വല്ലാതെ കുറയും ഭക്ഷണം കഴിക്കാതെയൊക്കെ. അങ്ങനെ പാൻറ്റ് വെട്ടി തയ്ച്ച് അല്ലെങ്കിൽ മുണ്ട് മുറുക്കി കൊടുത്ത് ഇവർ ജോലി ചെയ്യണം. ആ ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പത്രം ഇറക്കുന്നത്? മനോരമയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ ദേശാഭിമാനിയോ പോലത്തെ ഒരു പത്രമാണോ? മാധ്യമം അല്ല. അത് മനുഷ്യരുടെ പാരത്രിക പുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പത്രം ഇറക്കുന്നത്. ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ പത്രം ഇറക്കുന്നത്. അതുകൊണ്ട് ബ്രൗൺ താടി ഉസ്താദ് പറയുന്നത് മാധ്യമത്തിലെ ജീവനക്കാർ ശമ്പളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ജോലി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്നിപ്പോൾ മാധ്യമത്തിലെ ജീവനക്കാർ സമരം ചെയ്യുന്നു, ശമ്പളം കിട്ടാതെ വന്നപ്പോൾ സമരം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നാളെ ചന്ദ്രികയിലെ ജോലിക്കാരും ശമ്പളം വേണം എന്ന് പറയും. മറ്റന്നാൾ വർത്തമാനത്തിലെ ജോലിക്കാരും പറയും. ഇത് കേട്ട് ഞാൻ ചിരിച്ചു പോയി. കാരണം വർത്തമാനം എന്ന് പറഞ്ഞാൽ പത്രം പൂട്ടി പോയിട്ട് 20 കൊല്ലത്തിലായിരുന്നു. പാവം ഉസ്താദ് ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം പറയുന്നത് വർത്തമാനത്തിൽ പൂട്ടിപ്പോയ പത്രത്തിലെ
ജീവനക്കാർ ശമ്പളം കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യും എന്നാണ്. അതുകൂടാതെ പുള്ളി പറയുന്നുണ്ട് ആ സിറാജിലെ ജീവനക്കാർ ശമ്പളം ചോദിക്കും. സിറാജിലെ ശമ്പളമൊന്നും ചോദിക്കണ്ട, കാന്തപുരം ഉസ്താദ് മാസാമാസം ജീവനക്കാരുടെ ശമ്പളം ബാങ്കിലിട്ട് കൊടുക്കുന്നുണ്ട്. ശമ്പളം കിട്ടാത്ത പരാതി ഒരാൾക്കും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും സാധ്യത. കൂട്ടത്തിൽ പുള്ളി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സുപ്രഭാതത്തിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ തന്നെ അദ്ദേഹം തിരുത്തുന്നുണ്ടേ, സുപ്രഭാതത്തിൽ അങ്ങനെ സംഭവിക്കില്ല, എന്നാൽ പോലും ശമ്പളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പത്രക്കാർ ജോലിയാണ്, പത്ര ജീവനക്കാരുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ശമ്പളം കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഇഷ്ടം. ഇതാണ് അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തം. സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ബഹുമാനം തോന്നി. ഈ നാട്ടിൽ തൊഴിൽത്തർക്ക നിയമം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതുപോലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. പത്രപ്രവർത്തക നിയമം എന്ന് പറഞ്ഞ മൂന്നാമതൊരു സാധനമുണ്ട്. അതിലൊക്കെ പറഞ്ഞേക്കുന്നത് തൊഴിലാളികൾക്ക് മാസം ശമ്പളം കൊടുക്കണം. അത് വല്ല ശമ്പളം കൊടുത്താൽ പോരാ, ഈ മാസത്തെ ശമ്പളം 31-ാം തീയതി കൊടുക്കണം, 1-ാം തീയതി കൊടുക്കണം എന്നാണ്. കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിയമപരമായ പല അവകാശങ്ങളും വ്യവഹാര സാധ്യതകളും ഉണ്ട് എന്നാണ്. ജീവനക്കാരെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നത് അൺഫെയർ ലേബർ പ്രാക്ടീസ് ആണ് എന്നാണ്. ഇതൊന്നും മാധ്യമം പോലെ ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങൾക്ക് ബാധകമല്ല എന്നതിനകത്ത് യാതൊരു വ്യവസ്ഥയും. ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഉണ്ടാക്കി വെച്ച നിയമമാണ്. ഇപ്പൊ നരേന്ദ്രമോദി സമീപകാലത്ത് ഈ തൊഴിൽ നിയമങ്ങളൊക്കെ കൂടി ക്രോഡീകരിച്ച് പുതിയ കിതാബ് ഇറക്കിയിട്ടുണ്ട്. അതിലും ഏറെക്കുറെ ഇതേ വ്യവസ്ഥകൾ തന്നെ ഉള്ളത്. ഞാൻ ഈ നെഹ്റുവിന്റെ കാര്യം പറഞ്ഞത് ഇനി മോഡിയോ അമിത്ഷാ എങ്ങനെ ഉണ്ടാക്കിയ നിയമമാണെന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദ് പറയുന്നത് ഈ മദ്രസയിലെ അധ്യാപകർക്ക് അല്ലെങ്കിൽ പള്ളിയിലെ ഇമാം നിൽക്കുന്നവർക്ക്, ഖത്തീബുമാർക്കൊക്കെ ശമ്പളം കിട്ടിയില്ലെങ്കിലും അവര് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കില്ല, ആ മനുഷ്യരാശിക്ക് നേർവഴി കാണിക്കാതിരിക്കില്ല, ആ പള്ളിയിൽ കുത്തുബ നടത്താതിരിക്കില്ല, ഇമാമത്ത് നിൽക്കാതിരിക്കില്ല എന്നാണ്. അതുപോലെയാണ് മാധ്യമത്തിലെയും സിറാജിലെയും ചാന്ദ്രികയിലെയും പൂട്ടിപ്പോയ വർത്തമാനത്തിലെയും തുറന്നു പ്രവർത്തിക്കുന്ന സുപ്രഭാതത്തിലെയും ജീവനക്കാരെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ധരിച്ചിരിക്കുന്നത്. ഉസ്താദിന് ഏതായാലും പരലോകത്ത് പുണ്യം കിട്ടും എന്നുള്ളതിൽ ആ ഒരു സംശയവും വേണ്ട. പക്ഷേ മാധ്യമത്തിൽ ശമ്പളം കിട്ടാതെ ഏതെങ്കിലും ജോലിക്കാരുടെ കൺമുമ്പിൽ ഈ ഉസ്താദ് ചെന്ന് പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ആശങ്കയുണ്ട്. ആ ആശങ്ക പങ്കുവച്ചുകൊണ്ടും ഉസ്താദിന്റെ ഈ സതുദ്യമത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഇനി 2047 പോപ്പുലർ ഫ്രണ്ടിന്റെ ഭരണം വരുമ്പോൾ ഈ ദീനി വിശ്വാസികൾ നടത്തുന്ന പത്രങ്ങളെ വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് അതർ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ആക്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഖുദാ ഹഫീസ്.